ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ വിവാഹത്തെക്കുറിച്ചാണ്. എൻ്റെ 22ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി. വീട്ടിൽ അമ്മച്ചിയും ചേട്ടയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹാലോചനകൾ ഒരുപാട് വന്നു, പക്ഷേ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ 2 മാസത്തേക്ക് ഒരു കമ്പ്യൂട്ടർ സെൻ്ററിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് കർണാടകയിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് കേരളത്തിൽ ജോലിക്ക് വന്ന ഒരാളെ പരിചയപ്പെടുന്നത്. അയാൾ നല്ലതുപോലെ മലയാളമൊക്കെ അറിയാവുന്ന ആളായിരുന്നു. ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഈശോയ്ക്ക് വിശ്വാസമുള്ള ഒരാളായിരുന്നു. അയാളുടെ ജീവിതാനുഭവങ്ങൾ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാനെപ്പോഴും ചർച്ചയിൽ കൊണ്ടുപോകുമായിരുന്നു. മദ്യപാനം ഇല്ലാത്ത ഒരാളെ വിവാഹം കഴിക്കാനായിരുന്നു എനിക്കിഷ്ടം. എന്നെ വിവാഹം ചെയ്ത് തരാമോ എന്ന് അയാൾ വീട്ടിൽ വന്ന് ചോദിച്ചു. ബ്രാഹ്മണനായിരുന്നതുകൊണ്ടും പിന്നെ വേറെ നാട്ടുകാരനായതുകൊണ്ടും എൻ്റെ വീട്ടിൽ സമ്മതിച്ചില്ല. ഓൾറെഡി ഒരു പെണ്ണ് വിവാഹം വാഗ്ദാനം ചെയ്ത് പറ്റിച്ചു പോയതുകൊണ്ട് ആൾ ഡിപ്രഷനിലായിരുന്നു. എൻ്റെ കാര്യം കൂടി ആയപ്പോൾ അത് കൂടുതലായി. വീട്ടിൽ സമ്മതിക്കാതെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു. ക്രിസ്ത്യാനിയാകാം എന്ന് വരെ അയാൾ പറഞ്ഞു. എനിക്ക് ദൈവം അനുവദിക്കുകയാണെങ്കിൽ വിവാഹം ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിച്ച് വലിയ നോമ്പ് തുടങ്ങിയപ്പോൾ രാത്രി ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് മുട്ടിന്മേൽ നിന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ശരിക്കും ഞാൻ വാശി പിടിച്ച് ചോദിച്ച് വാങ്ങിയതുപോലെ ആയിരുന്നു എൻ്റെ വിവാഹം. മാതാവിന് എനിക്ക് അത്രയ്ക്കും വിശ്വാസമാണ്. ഏപ്രിൽ മാസം ഈസ്റ്റർ കഴിഞ്ഞു. ഇനി ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. അതിനിടയിൽ എൻ്റെ കൊച്ചാപ്പൻ അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി അയാളുടെ സ്വഭാവത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിച്ചായിരുന്നു. അയാൾ കൊച്ചാപ്പനെ ഫോൺ ചെയ്ത് സംസാരിച്ചു. കൊച്ചാപ്പൻ വീട്ടിൽ വന്ന് പറഞ്ഞു, നല്ല പയ്യനാണ്, അവൾക്കത് മതിയെങ്കിൽ നടത്തി കൊടുക്കാൻ. അങ്ങനെ ഏപ്രിൽ മാസം എൻ്റെ ഉപവാസം കഴിഞ്ഞു. ജൂൺ 24-ാം തീയതി അയാളുടെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്ന് വിവാഹം നടത്തി തന്നു. അസാധ്യമാണെന്ന് ഞാൻ വിചാരിച്ച കാര്യം ആണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാശി പിടിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തും ഭാവിയിൽ നമ്മളത് അനുഭവിക്കേണ്ടി വരും.